ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പണ്ടൊരിക്കല് നിത്യയുടെ ശരീരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയ ഒരുത്തൻ, അവന്റെ തല ഞാൻ തല്ലിപ്പൊളിച്ചതാ. വേറെ ഒരുത്തന്റെ കയ്യും തല്ലി ഒടിച്ചു. എന്നിട്ടാണോ അവളുടെ കൂടെ കിടക്കുന്ന ഒരുത്തനെ. മക്കളെ, നിനക്ക് വിശക്കുന്നുണ്ടോ? കഴിക്കാൻ എന്തെങ്കിലും പോയി മേടിച്ചോണ്ട് വരട്ടാ? ഒന്നും വേണ്ട മാവ. മോനെ, ഞാൻ അവരെ കണ്ടിരുന്നേ, ആ രഘുവിനെയും ജീവനെയും. അവര് ജയിച്ച് തന്നെ നിക്കട്ടെ, ഇല്ലയോടാ? ഇനിയൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഈ ടാബ്ലറ്റ് ഒന്ന് കൊടുക്കണം. ശരി. ഓ, എടാ മോനെ ഹരി, നീ എന്തോന്നും മിണ്ടാത്തേ? ആർക്കും ഒരു ഉപകാരവും ചെയ്യരുത്. മനസ്സൊക്കെ കല്ലാക്കി വേണം നാട്ടിലേക്ക് ഇറങ്ങാൻ, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ പറ്റും. മോളെയും ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു അമ്മയെ കണ്ടപ്പോ അവരെ ഒന്ന് വീട്ടിലെത്തിക്കാൻ നോക്കിയതാ. ഇനിയിപ്പം നാളെ നേരം വിളിക്കുമ്പോ എന്തൊക്കെ കഥകളായിരിക്കും എന്നെ കുറിച്ച് ഉണ്ടാക്കാൻ പോകുന്നേ. നീ ഒന്ന് സമാധാനപ്പെടടാ. നമ്മൾ അവരുടെ വലയിൽ കുടുങ്ങിപ്പോയി അമ്മാവ. വലയിട്ട് പിടിച്ചാ പിന്നെ നമ്മളെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. വെട്ടിമുറിക്കാം, കീറി പൊളിക്കാം. എടാ, പിന്നെ നിത്യമോള് എന്നോട് വരായിരുന്നതാ. പക്ഷേ അവൻ തടഞ്ഞു. നന്നായി. ഈ അവസ്ഥയിൽ അയാളെന്നെ കാണാത്തത് നന്നായി. അല്ല മോനെ, നിനക്ക് കുറെ പത്രക്കാരെയൊക്കെ പരിചയമില്ലേ? ആരെങ്കിലും വിളിച്ചേ അവരെ കൊണ്ട് ഈ വാർത്തകളൊക്കെ ഈ പത്രത്തിലൊക്കെ കൊടുത്ത് അതൊക്കെ. അമ്മാവൻ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇത്രയും പ്ലാനിങ്ങോടെ അവരെന്നെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോഴേ എനിക്കെതിരെയുള്ള പ്രചരണങ്ങളൊക്കെ തുടങ്ങിക്കാണും. കണ്ടിട്ടില്ലേ ഈ സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നവർക്ക് നമ്മുടെ സമൂഹം കൊടുക്കുന്ന ശിക്ഷ? ഇനിയിപ്പോ അതിന്റെ നടുവിലാണ് ഞാൻ നിൽക്കാൻ പോകുന്നത്. എടാ, നമ്മള് ഒന്നും ചെയ്യാണ്ടിങ്ങനെ ഇരുന്ന എങ്ങനെയാ? ഒന്നും ചെയ്യണ്ട അമ്മാവ. നിത്യ പിരിഞ്ഞ സങ്കടത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇതൊന്നും ഒന്നുമല്ല. ഹലോ, വീണയാണ് ജീവൻ. വീണ, എന്താ ഈ നേരത്ത്? താനീ അത്ഭുതങ്ങളൊക്കെ പാതിരാത്രിയിൽ ചെയ്തു കഴിഞ്ഞാലേ എനിക്ക് പാതിരാത്രിയിലല്ലേ വിളിക്കാൻ പറ്റൂ. കാര്യം എന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. ഞാൻ ഇത്രയും സന്തോഷത്തില് ഒരു കാര്യത്തിന് വിളിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ആ ഹരിയുടെ കാര്യത്തില് താൻ നടത്തിയ ഓപ്പറേഷൻ എന്ത് പ്ലാനിംഗ് ആയിരുന്നു? പിടിച്ചു നിൽക്കണ്ടേ പൊന്നു വീണേ. പണ്ടത്തെ പോലത്തെ ക്ഷമയൊന്നുമില്ല എനിക്കിപ്പോ. ഇങ്ങോട്ടൊരു കാറ്റടിച്ച കൊടുങ്കാറ്റടിച്ച പോലെ തിരിച്ച് പേടിപ്പിക്കണം. അതായിപ്പോ എന്റെ ഒരു ലൈൻ. എന്തായാലും ഞങ്ങൾക്കൊക്കെ കണ്ടുപിടിക്കാൻ ഒരാളായി. വിപിൻ എപ്പോഴും പറയും, കിട്ടുവാണെങ്കിൽ ജെആറിന്റെ എനർജി കിട്ടണോന്ന്. എന്റെ എനർജിയോ? അതങ്ങനെ വെറുതെ വഴി കിടന്ന് കിട്ടിയതല്ലല്ലോ വീണേ. അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ചധികം ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. കോടതി, ജയില്, സകലത ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഭ്രാന്തനായി കിടന്നിട്ടുണ്ട് ഞാൻ. ഭ്രാന്ത് അഭിനയിച്ചിട്ടുമുണ്ട്. എല്ലാം കൂടെ തിളപ്പിച്ചിട്ട് ഊറ്റി ഉരുക്കി ഉണ്ടാക്കിയതാ ഈ കാണുന്ന ജെആർ.
അങ്ങനത്തെ ഞാൻ ഇനി എന്തെങ്കിലും വിട്ടുകൊടുക്കുമെന്ന് വീണയ്ക്ക് തോന്നുന്നുണ്ടോ വീണേ? പണ്ടൊരിക്കല് നിത്യയുടെ ശരീരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയ ഒരുത്തൻ, അവന്റെ തല ഞാൻ തല്ലിപ്പൊളിച്ചതാ. വേറെ ഒരുത്തന്റെ കയ്യും തല്ലി ഒടിച്ചു. എന്നിട്ടാണോ അവളുടെ കൂടെ കിടക്കുന്ന ഒരുത്തനെ? ഇനി താൻ നോക്കിക്കോ വീണേ, ഹരിയുടെ നിയന്ത്രണം എന്റെ കയ്യിലായിരിക്കും. വഴിയിലെ സർക്കസ് കൂടാരത്തിൽ ചരട് കെട്ടി വലിക്കുന്ന കുട്ടിക്കുരങ്ങനെ പോലെ അവനെ ഞാൻ കൊണ്ടു നടക്കും. എന്റെ കാൽ ചുവട്ടിലിട്ട് ഞാൻ അവനെ ചവിട്ടി ഞെരിക്കും. അവൻ ഞെരിഞ്ഞമർന്ന് ചാവുന്നത് കണ്ട് അവളുടെ ചങ്ക് പിടയ്ക്കണം. അതുവരെ ഞാൻ അവളെ കൊല്ലില്ല. നടക്കട്ടെ, എല്ലാം JR കരുതുന്നത് പോലെ തന്നെ നടക്കട്ടെ. താങ്ക് യു വീണ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോ എല്ലാം ഏർപ്പാട് ചെയ്തത് നിങ്ങൾ തന്നെയാണല്ലേ? അങ്ങനെയാവണമല്ലോ. ജീവനെക്കുറിച്ച് പലതും പറഞ്ഞു കൊടുത്ത കൂട്ടത്തില് നീ അവനോട് ഒന്ന് പറയാൻ മറന്നു. ജീവനെ എതിർക്കുന്നവരെ ജീവൻ വച്ചേക്കില്ല. അതുകൊണ്ട് പറ്റിയ അബദ്ധമാ. ഇനി അവൻ തിരുത്തിക്കോളും. അച്ഛാ, അച്ഛാ പോണ്ടേ, വാ. ദാ വന്നടാ. അച്ഛാ ദേ വന്നു. നീ ബഹളം വയ്ക്കാടാ. എന്റെ പൊന്നച്ഛ, വണ്ടി വന്നു, പോണ്ടേ? പോവാലോ. അച്ഛനിപ്പോ റെഡിയാവാൻ കുറച്ച് സമയമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇരിക്കുന്നത് JRന്റെ ഓഫീസിലല്ലടാ. നിന്റെ ഗൗരവം ഞാൻ കാത്തു സൂക്ഷിക്കണടാ. അച്ഛനിപ്പോ ജീവിതമൊക്കെ നല്ലവണ്ണം ആസ്വദിച്ചു തുടങ്ങിയല്ലേ? എടാ, ഈ കൺമുന്നിൽ വരുന്ന സൗഭാഗ്യങ്ങളൊക്കെ വിട്ടുകളയുന്നവര് മണ്ടന്മാരാ. അങ്ങനെ ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് ശരി. പിന്നെ എനിക്ക് വേണ്ടി നീ ഈ സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഞാൻ എന്തിനാടാ തട്ടിക്കളയുന്നത്?